ലൈവില് ആക്ച്വലി നമ്മൾ ലൈവില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ഇപ്പൊ മുമ്പിലിരിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ദാസേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ പ്രമദവനം പാടുകയാണെന്നുണ്ടെങ്കിൽ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അത് ലൈവിന്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പരിധി വരെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയല്ല, കുറെ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല, ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പ്രമദവനം പാടിക്കഴിഞ്ഞാൽ ചിലപ്പോ 100-ൽ 50 പേർക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പൊ ദാസേട്ടന്റെ പോലത്തെ സ്റ്റൈലില് അതേപോലത്തെ മോഡുലേഷൻസ് ന്യൂആൻസസ് കൊടുത്ത് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടാവും. നേരെ തിരിച്ചു പക്ഷെ റെക്കോർഡിംഗിലേക്ക് വരുമ്പോ നമ്മുടേതായിട്ടുള്ളൊരു വോയിസ് ടെക്സ്ചർ തന്നെ കൊടുക്കണമല്ലോ. അവിടെ ഇമിറ്റേഷൻസ് ഒരിക്കലും ചെയ്യാൻ റെക്കോർഡിംഗ്സിൽ വരുമ്പോ ഇത് പറയുന്നത് സ്റ്റേജ് പെർഫോമൻസ് ലൈവ് ചെയ്യുമ്പോ ആ സെയിം സൗണ്ട് എടുത്ത് പാടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ റെക്കോർഡിങ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റേതായിട്ടുള്ള വോയിസിൽ തന്നെയാണ് അവിടെ ചെയ്യാറുള്ളത്. വേറെ ഇമിറ്റേഷൻസ് റെക്കോർഡിങ്സിലാണ് നമ്മുടെ ഓൺ ഐഡന്റിറ്റി വേണല്ലോ, അങ്ങനെ ശ്രമിക്കാറില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറില്ല.